ധൃതി തന്നെ ഇത് മുറിച്ച് മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയം കാണും. കാരണം പരമാവധി ഇവിടെയുള്ള ലൈൻ കമ്പിയൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് അഥവാ KCBയുടെ ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു വലിയ മരം ഇവിടെ നിന്നാണ് നേരെ മുറിഞ്ഞ് റോഡിന് കുറുകെ വീണിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് പോയാൽ ഈ ഒരു ലൈൻ കമ്പി അത് പൊട്ടി വീണിട്ടുണ്ട്. എർത്ത് പാസ് ചെയ്തു. പക്ഷേ എന്നാലും ഇതിപ്പോൾ ലൈൻ കമ്പി കട്ട് ചെയ്തുകൊണ്ടാണ് ഈ മരം മുറിച്ച് മാറ്റാനുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ 2-3 ഫയർഫോഴ്സ് എത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കും. മരം കാണാൻ പറ്റുമോ? മതിലിടിഞ്ഞാണ് വീണങ്ങനെ അല്ലേ? മതിലിടിഞ്ഞാണ് വീണങ്ങനെ. മതിലിടിഞ്ഞു പോയി. ഇതാണ് ഇതിൻ്റെ മൂഡ്. ഇത് ഈ ഇലക്ട്രിസിറ്റി ഇരിക്കുന്നതിന് പൂന്തറ KCBയുടെ ഭാഗത്താണ് ഈ ഒരു മരം ഉള്ളത്. ഇത് ആ വീടിൻ്റെ മുമ്പിൽ നിന്നും ആ വീട് മതിൽ തകർത്താൻ ഇത് റോഡിനെ കുറുകെ വീടിരിക്കുന്നത്. ഇതിനെ മുമ്പിലുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ ലൈൻ കമ്പികളെല്ലാം തകർന്നുകൊണ്ടാണ് ഈ മരം ഓപ്പോസിറ്റ് വീണിക്കുന്നത്. ആളപായമൊന്നും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും മുറിച്ച് മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. വലിയൊരു മരമാണ്. അമ്മച്ചി മരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ലൈൻ കമ്പിയും പോസ്റ്റും എല്ലാം താഴേക്ക് വീണതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും പൂന്തറയിൽ നിന്ന് അമ്പലത്തറയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. അത് ഭീമാപ്പള്ളി വഴി പോകേണ്ടി വരും. അതേപോലെ തന്നെ അമ്പലത്തറയിൽ നിന്ന് പൂന്തറയ്ക്കും പോകാൻ സാധിക്കുന്നില്ല. അവർക്കും തിരിച്ച് ഭീമാപ്പള്ളി വഴി കറങ്ങി വന്നാലേ പൂന്തറയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ എവിടത്തെ ഫയർഫോഴ്സ് ആണ്? ഇത് എവിടത്തെ ഫയർഫോഴ്സ്? ഇതേ നിങ്ങളിവിടെ ഇലക്ട്രിസിറ്റി എങ്ങനെയാ ഇത് വീണത്? ഇപ്പോ നൈറ്റ് ആയിരുന്നു. ഉടനെ ഇത് ഡിസ്കണക്ട് ചെയ്തു.